നെടുമങ്ങാട്, കാട്ടാക്കട, വാമനപുരം എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ കർഷകരാണ് സ്വന്തം കാർഷിക ഉൽപ്പന്നങ്ങൾ റോഡിൽ ഉപേക്ഷിച്ച് സമരം നടത്തിയത്. അളവിൽ കവിഞ്ഞുള്ള ഉൽപ്പന്നങ്ങൾ ഏപ്രിൽ മുതൽ സ്വീകരിക്കില്ലെന്ന ഹോർട്ടികോർപ്പിന്റെ നിയന്ത്രണമാണ് കർഷകർക്ക് തിരിച്ചടിയായത്. അവർക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുക, അവർ പറയുന്ന വില, അതിനപ്പുറത്ത് നമുക്കൊന്നും കിട്ടിയില്ല. കൃഷിക്കാരന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വകയും ചെയ്യാൻ പറ്റും. നമ്മളിത് മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അത്ര ദയനീയാവസ്ഥയാണ്. മാർക്കറ്റിൽ കർഷകർ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവനും ഹോർട്ടികോർപ്പ് സംഭരിച്ച് ബിൽ നൽകുന്ന രീതിയായിരുന്നു ഇതുവരെ. ബഹുഭൂരിപക്ഷം ഉൽപ്പന്നങ്ങളും ഇവിടെ ഇട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് നമുക്ക് ബില്ല് തരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ആ പൈസയൊന്നും ഹോർട്ടികോർപ്പിന് തരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കർഷകരെ ഇങ്ങനെ പറ്റിച്ച് ഒരു മാസം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഈ കർഷകരിവിടെ ഇങ്ങനെ പറ്റി. ഹോർട്ടികോർപ്പ് നിയന്ത്രണം തുടർന്നാൽ കർഷകർക്ക് ഉൽപ്പന്നങ്ങളുടെ വിലയും ലഭിക്കില്ല, ഉൽപ്പന്നങ്ങൾ അഴുകി നശിക്കുകയും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.